കേരളത്തിന്റെ വികാരമായ ശബരിമലയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ എക്കാലത്തും രാഷ്ട്രീയമായി വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളവയാണ്. അടുത്തിടെ ശബരിമലയിലെ സ്വർണ്ണാഭരണങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചില ആക്ഷേപങ്ങളെ മുൻനിർത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാക്കിയ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടത് വലിയ വാർത്തയായിരിക്കുകയാണ്. ഭരണകൂടം തങ്ങളെ വിമർശിക്കുന്നവരുടെ സ്വരം അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഇതിലൂടെ പ്രതിപക്ഷം ഉയർത്തുന്നത്. ശബരിമലയിലെ സ്വർണ്ണാഭരണങ്ങളുടെ കണക്കുകളിലും സൂക്ഷിപ്പിലും ക്രമക്കേടുകൾ ഉണ്ടെന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള വസ്തുതകൾ എന്ന നിലയിൽ സർക്കാർ വിരുദ്ധ നിലപാടുകൾ ഉൾപ്പെടുത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ പങ്കുവച്ചത്. ഭരണകക്ഷിയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന കടുത്ത വിമർശനങ്ങളായിരുന്നു വീഡിയോയുടെ ഉള്ളടക്കം. എന്നാൽ വീഡിയോ പങ്കുവച്ച മണിക്കൂറുകൾക്കകം ഇൻസ്റ്റാഗ്രാം അത് ഇന്ത്യയിൽ ഉള്ളവർക്ക് കാണാൻ കഴിയാത്ത വിധം നിരോധിച്ചു. വീഡിയോ നീക്കം ചെയ്ത വിവരം രാഹുൽ തന്നെയാണ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പുറത്തുവിട്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ളയെപ്പറ്റി ഇന്നലെ ഇട്ട വീഡിയോ സംസ്ഥാന സർക്കാരിന്റെയും സൈബർ സെല്ലിന്റെയും നിർദ്ദേശപ്രകാരം ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം ആരോപിച്ചു. ഇത് സർക്കാരിന്റെ പേടിയാണ് വ്യക്തമാക്കുന്നതെന്നും സത്യം ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണം കട്ടവൻ ആരപ്പ എന്ന വരികൾ കുറിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ നടപടിയെ പരിഹസിച്ചത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ സ്വാധീനിച്ച വിമർശകരെ നിശബ്ദരാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ അത് നടപ്പില്ലെന്ന താക്കീതും അദ്ദേഹം നൽകി. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ നീക്കം ചെയ്യപ്പെട്ടെങ്കിലും ഫേസ്ബുക്കിൽ അത് ഇപ്പോഴും ലഭ്യമാണെന്ന സൈബർ നിയമങ്ങളിലെ വൈരുദ്ധ്യങ്ങളെയും സൂചിപ്പിക്കുന്നു. കേരള പോലീസിന്റെ സൈബർ സെല്ലിന്റെ നിർദ്ദേശപ്രകാരമാണ് വീഡിയോ നീക്കം ചെയ്തതെന്ന രാഹുലിന്റെ ആരോപണം ഭരണതലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. സാധാരണയായി സാമുദായിക ഐക്യം തകർക്കുന്നതോ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതോ ക്രമസമാധാന നിലയെ ബാധിക്കുന്നതോ ആയ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ പോലീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോട് ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ വിമർശന വീഡിയോയെ ഇത്തരത്തിൽ നിരോധിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. സൈബർ സെല്ലോ സർക്കാരോ ഈ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗികമായി വിശദീകരണം നൽകിയിട്ടില്ല. IT ആക്ട് പ്രകാരമുള്ള ഏതെങ്കിലും നിയമലംഘനങ്ങൾ വീഡിയോയിൽ ഉണ്ടായിരുന്നോ അതോ രാഷ്ട്രീയ സമ്മർദ്ദമാണോ നടപടിക്ക് പിന്നിൽ എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട ഏതൊരു ചെറിയ വിഷയവും കേരളത്തിൽ വലിയ വൈകാരിക പ്രതികരണങ്ങൾ ഉണ്ടാക്കാറുമുണ്ട്. സ്വർണ്ണക്കൊള്ള എന്ന ആരോപണം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഭക്തരുടെ വികാരങ്ങളെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ സർക്കാർ പുലർത്തുന്ന ജാഗ്രത പലപ്പോഴും രാഷ്ട്രീയ ആയുധമായി മാറാറുമുണ്ട്. വീഡിയോ നിരോധിച്ചതിലൂടെ സർക്കാരിന് എന്തോ ഒളിക്കാനുണ്ടെന്ന തോന്നൽ പൊതുജനങ്ങളിൽ ഉണ്ടാക്കാൻ ഈ നടപടി കാരണമായെന്നും പ്രതിപക്ഷം വാദിക്കുന്നു. അടുത്ത കാലത്തായി രാഷ്ട്രീയ നേതാക്കളുടെയും വിമർശകരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കും പോസ്റ്റുകൾക്കും ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. തൃക്കാക്കരയിലെ അഖിൽമാരാരുടെ പേജിന് ഏർപ്പെടുത്തിയ വിലക്കും ഇതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലെ വീഡിയോ നിരോധനവും കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിൽ ഒരു പുതിയ ഡിജിറ്റൽ സെൻസർഷിപ്പ് യുഗം തുടങ്ങുകയാണോ എന്ന സംശയവും ബലപ്പെടുന്നു. സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനങ്ങളെ നേരിടാൻ രാഷ്ട്രീയമായി മറുപടി നൽകുന്നതിന് പകരം സാങ്കേതികമായി അവയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ലെന്ന അഭിപ്രായം രാഷ്ട്രീയ നിരീക്ഷകരും പങ്കുവയ്ക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ സർക്കാരിന്റെ പരാതികൾക്ക് നൽകുന്ന അമിത പ്രാധാന്യം ഇതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. വീഡിയോ നീക്കം ചെയ്ത നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സൈബർ ഇടങ്ങളിൽ ശക്തമായ പ്രതിഷേധവും സംഘടിപ്പിച്ചു. നീക്കം ചെയ്ത അതേ വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചും അവർ ഇതിനെ പ്രതിരോധിക്കുന്നു. വീഡിയോ പൂട്ടിച്ചാൽ സത്യം പൂട്ടാൻ കഴിയില്ല എന്ന ഹാഷ്ടാഗുകളോടെയാണ് ക്യാമ്പയിൻ നടക്കുന്നത്. ഈ സംഭവം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലോ രാഷ്ട്രീയ പോരാട്ടങ്ങളിലോ സർക്കാരിനെതിരെയുള്ള ആയുധമായി ഉപയോഗിക്കാനാണ് UDFന്റെ നീക്കം. ഒരു വീഡിയോ നീക്കം ചെയ്യാൻ നൽകുന്ന നിർദ്ദേശത്തിന് പിന്നിൽ കൃത്യമായ കാരണങ്ങൾ ബോധ്യപ്പെടുത്താൻ ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയുണ്ട്. വെറുതെ ഒരു രാഷ്ട്രീയ പ്രസംഗത്തെ നിരോധിക്കാൻ കഴിയില്ല. എന്നാൽ ആ പോസ്റ്റ് വർഗീയമായ വിദ്വേഷം പടർത്താൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ തെറ്റായ വസ്തുതകൾ പ്രചരിപ്പിക്കുന്നുവെന്നോ ഉള്ള പരാതി ലഭിച്ചാൽ പ്ലാറ്റ്ഫോമുകൾ നടപടിയെടുക്കാറുണ്ട്. രാഹുലിന്റെ വീഡിയോയിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എങ്കിലും ഇന്ത്യയിൽ മാത്രം നിരോധനം ഏർപ്പെടുത്തിയത് നടപടിയിലെ രാഷ്ട്രീയ താല്പര്യമാണ് സൂചിപ്പിക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ നീക്കം ചെയ്തത് കേരള രാഷ്ട്രീയത്തിൽ വലിയ പുകിലുകൾക്ക് കാരണമായിരിക്കുകയാണ്. ഇത് സർക്കാരിന്റെ വിജയമാണോ അതോ ഭീരുത്വമാണോ എന്ന തർക്കം തുടരുന്നു. എന്തായാലും സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ ഡിജിറ്റൽ മതിലുകൾ പണിയുന്നത് ആധുനിക കാലത്ത് എത്രത്തോളം ഫലപ്രദമാകുമെന്നതും ഒരു ചോദ്യചിഹ്നമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഏതൊരു കടന്നുകയറ്റവും കൂടുതൽ വലിയ പ്രതിഷേധങ്ങളിലേക്കായിരിക്കും വഴിമാറുക. ശബരിമല സ്വർണ്ണക്കൊള്ള ആരോപണം നിലനിൽക്കുമ്പോൾ തന്നെ ആ ആരോപണത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു എന്ന മറ്റൊരു ആരോപണം കൂടി ഇപ്പോൾ സർക്കാരിന് നേരിടേണ്ടി വന്നിരിക്കുകയാണ്.